Hello all, this is Jamzina, Life Coach and Mind Power Trainer. ഇന്ന് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് വളരെയധികം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണല്ലേ. അപ്പോൾ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നും അതിലൂടെ എങ്ങനെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാമെന്നും എല്ലാവരും പഠിക്കുന്ന സമയമാണിത്. സോ ലോ ഓഫ് അട്രാക്ഷൻ്റെ കീ എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, സന്തോഷത്തോടു കൂടി ഇരിക്കുക എന്നാണ്. അപ്പോൾ 24 മണിക്കൂറും സന്തോഷത്തോടു കൂടി ഇരുന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം വളരെ പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രീക്വൻസി, നമ്മുടെ ഫ്രീക്വൻസി എന്നത് സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആയിരിക്കും. ആ ഹൈ ഫ്രീക്വൻസിയിൽ നിന്നുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചാൽ എന്താഗ്രഹിച്ചാലും ആഗ്രഹങ്ങളുടെ ഫ്രീക്വൻസി എന്നതും ഹൈ ആയിരിക്കും. അപ്പോൾ അതിനോട് നമ്മുടെ ഫ്രീക്വൻസി മാച്ച് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് നമ്മളിലേക്ക് ഒരു കാന്തത്തിലേക്ക് എങ്ങനെയാണോ ഇരുമ്പും മറ്റും അട്രാക്റ്റ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ കഴിയും. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്നാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇത് ബോധപൂർവം ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഒരുപാട് പേര് സന്തോഷമില്ലായ്മയിലും നിരാശയിലും ഡിപ്രഷനിലും ഒക്കെ കഴിയുന്നവരുണ്ട്. സോ നമ്മൾ ബോധപൂർവം നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നും ഹാപ്പി ആയിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. സോ അത് കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് നമ്മളുടെ ഫ്രീക്വൻസിയെ ഏറ്റവും പെട്ടെന്ന് മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നന്ദി പറയുക എന്നത് അത് എന്തിനോടായാലും, ഇപ്പം നമ്മൾക്ക് ഈശ്വരൻ തന്ന അനുഗ്രഹങ്ങളല്ലേ, ദൈവത്തിൻ്റെ ദാനമാണ് ഈ ജീവിതം എന്നത്. സോ ദൈവത്തിൻ്റെ ഓരോ കാര്യത്തിലും നമ്മൾ നന്ദിയുള്ളവരായിരിക്കും. അങ്ങനെ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും വീണ്ടും ദൈവം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്തിലാണോ നമ്മൾ നന്ദി പറയുന്നത്, നമ്മുടെ ആരോഗ്യത്തിലാണ് നന്ദി പറയുന്നതെങ്കിൽ നമ്മുടെ ആരോഗ്യം അതിനെ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും. സമ്പത്തിലേക്കാണ് നോക്കി നന്ദി പറയുന്നതെങ്കിൽ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കരിയർ ആണെങ്കിലോ കരിയർ പ്രൊമോഷൻ കിട്ടിക്കൊണ്ട് നമ്മൾ നല്ല ഉയർച്ചയിലേക്ക് എത്തും. സോ എല്ലാത്തിനോടും നന്ദി ഉണ്ടായിരിക്കുക. നമ്മുടെ ചുറ്റുമുള്ള ഓരോ വസ്തുക്കളോടും, വീട്ടിലുള്ള ഓരോ വസ്തുക്കളോടും, ഓരോ പുൽനാമ്പുകളോടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും, അത് അജൈവമാണെങ്കിലും ജൈവമാണെങ്കിലും എല്ലാ ദൈവസൃഷ്ടികളോടും നന്ദിയുള്ളവരായിരിക്കുക. ചിലപ്പോൾ നമ്മൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഘട്ടങ്ങളിൽ നമ്മളെ കൈയൊഴിഞ്ഞവരുണ്ടാവാം, നമ്മൾക്ക് ബാഡ് എക്സ്പീരിയൻസ് തന്നവരുണ്ടാവും അല്ലേ. നെഗറ്റീവായ ആളുകളോടും നമ്മൾ നന്ദി തന്നെ പറയണം. കാരണം അവർ തന്ന ആ പ്രതിസന്ധികൾ അതിജീവിച്ചപ്പോഴാണ് നമുക്ക് കരുത്ത് എന്താണെന്ന് മനസ്സിലായതല്ലേ. നമ്മുടെ കരുത്ത് മനസ്സിലാവുന്നപ്പോഴാണ്, ഒരു പ്രശ്നം നമ്മൾ അതിജീവിച്ച് കഴിയുമ്പോഴാണ്, അതും താണ്ടി നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ ഇത്ര ശക്തിയായിരുന്നോ അല്ലെങ്കിൽ ശക്തനായിരുന്നോ എന്ന് നമ്മൾ സ്വയം ചോദിക്കുന്നത്. അല്ലെങ്കിലോ സാധാരണ ഒരു ജീവിതമാണെങ്കിലോ ഒരു പ്രയാസങ്ങളുമില്ല, പ്രതിസന്ധികളില്ലെങ്കിൽ ഒരു നോർമൽ ലൈഫായിരിക്കും. പക്ഷേ പ്രപഞ്ചം തരുന്ന അല്ലെങ്കിൽ ദൈവം തരുന്ന കടുത്ത പരീക്ഷണങ്ങളെ നമ്മൾ നേരിടുമ്പോൾ, മനഃശക്തി കൊണ്ട് നേരിടുമ്പോൾ, ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നേരിടുമ്പോൾ, വേറെ ആരുമില്ലെങ്കിലും എന്നെ പഠിച്ച എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട്, ആ വിശ്വാസം കൂടിയാണ് അവിടെ പരീക്ഷിക്കപ്പെടുന്നത്. സോ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആ പ്രതിസന്ധിയെ അതിജീവിച്ച് കഴിയുമ്പോൾ നമ്മൾക്കൊരു കരുത്ത് കിട്ടും. ഇനി എന്ത് വന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇനിയും എന്ത് പ്രശ്നങ്ങൾ വന്നോട്ടെ എനിക്ക് അതിജീവിക്കാനുള്ള കഴിവുണ്ടെന്ന് നമ്മളോട് സ്വയത്തോട് തന്നെ പറയും. സോ അങ്ങനെ പ്രതിസന്ധികൾ തന്ന നമ്മുടെ ചുറ്റുമുള്ളവരോടും നമ്മൾ ഇന്നും നന്ദിയോടുകൂടി പെരുമാറുക. കാരണം അവരാണ് നമ്മളെ സ്ട്രോങ് ആക്കിയത്. ഇന്നലെ വരെ വീക്കായിരുന്നു നമ്മൾ, ഇന്ന് സ്ട്രോങ് ആണെങ്കിൽ, യു ആർ എ സ്ട്രോങ് ലേഡി അല്ലെങ്കിൽ യു ആർ എ സ്ട്രോങ് മാൻ എന്ന് ആരെങ്കിലും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് വന്നതുകൊണ്ടാണ് അല്ലേ. സോ അങ്ങനെയുള്ളവരോടും നമുക്ക് നല്ലത് ചെയ്തവരോടും നമ്മുടെ ചുറ്റുമുള്ള ഓരോ വസ്തുക്കളോടും, അതൊരു മൊട്ടുസൂചിയാണെങ്കിൽ കൂടി അതിനോടും നന്ദി എന്നും പറയും. നമുക്ക് തന്ന ഓരോ ദാനങ്ങളും ഈശ്വരൻ ദൈവം എത്ര അനുഗ്രഹങ്ങൾ നമുക്ക് തന്നു. അപ്പോൾ ഓരോന്നിനോടും നന്ദി ഡെയിലി പറയുക. ആ നന്ദി പറച്ചിലൂടെ നമ്മൾക്ക് നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആക്കി വയ്ക്കാനും നമ്മളുടെ ഉള്ളിലേക്ക് സന്തോഷത്തെ കടത്തിവിടാനും
അങ്ങനെ നമ്മൾ പ്രകൃതിയുടെ ഫ്രീക്വൻസിയുമായി അലൈൻമെൻറ്റിലാവും. അലൈൻമെൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീക്വൻസിയും പ്രപഞ്ചത്തിൻ്റെ ഫ്രീക്വൻസിയും ഒന്നിക്കുന്ന ഒരു സന്ദർഭമാണ്. അവിടെ പിന്നെ നിരാശയോ ദുഃഖമോ ഒന്നുമില്ല, എന്നും സന്തോഷം മാത്രം, ആനന്ദം മാത്രം. മനസ്സിൽ നിറഞ്ഞു തുളുമ്പുന്ന ആ ഒരു സന്തോഷത്തിൻ്റെ നിറവില്ലേ, അത് നമ്മൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നന്ദിയോടുകൂടി ഇന്നും ജീവിക്കുക. ഓരോ കാലടി വയ്ക്കുമ്പോഴും ദൈവത്തിനോട് നന്ദി പറയുക. നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ശ്വസിക്കുമ്പോഴും അല്ലേ, എല്ലാം ദൈവത്തിൻ്റെ വരദാനമാണ്. അതൊന്നുമില്ലാതെ, അതിനൊന്നും കഴിയാത്ത എത്രയോ പേര് ഈ ലോകത്തുണ്ട്. നമ്മുടെ ജീവിതം സ്വപ്നം കണ്ട് നടക്കുന്ന എത്രയോ പേര് ഈ ലോകത്തുണ്ട്. സോ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് മറ്റൊരാളുടെ സ്വപ്ന ജീവിതമാണ്. അത് മനസ്സിലാക്കി ഏറ്റവും വിനയമുള്ളവരായി ജീവിക്കുക. സോ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൾ.